ഡോക്ടർ പ്രമീള ദേവി, താങ്കൾ വനിതാ കമ്മീഷൻ മുൻ അംഗമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മീഷൻ, പുരുഷന്മാരുടെ താല്പര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ കൊണ്ടുവരണം. ബില്ലൊക്കെ ഇങ്ങനെ രാഹുൽ ഈശ്വർ പറയുന്നു, അതൊക്കെ പാസ്സാകുമെന്ന് അറിയില്ല. രാജ്യസഭയിലൊക്കെ വന്നു, പക്ഷേ പാർലമെൻറ്റൊക്കെ അത് പാസ്സാക്കി എടുക്കുമെന്ന് അറിയില്ല. എന്തായാലും ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലുണ്ട്. താങ്കളുടെ ഒരു നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? തീർച്ചയായും പുരുഷന്മാരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. വ്യാജ പരാതികൾ, ഗാർഹിക പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ മൂലമുണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റ് നിരവധി കാരണങ്ങൾ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ വളരെ തെറ്റായ കുറച്ച് മസ്കുലിനിറ്റി നോംസ്, പൗരുഷത്തെ സംബന്ധിച്ച് നമ്മുടെ സമൂഹം കെട്ടിപ്പൊക്കിയിട്ടുള്ള കുറേയധികം ധാരണകളുണ്ട്. പുരുഷന്മാർ കരയാൻ പാടില്ല, പുരുഷനായിരിക്കണം ഭാര്യയേക്കാൾ ശമ്പളം കൂടുതൽ കിട്ടുന്നത്, പുരുഷനായിരിക്കണം ഗൃഹനാഥനായി. ഇപ്പോഴുണ്ടോ? പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോഴും. ഇത്തരം തെറ്റായ മസ്കുലിനിറ്റി നോംസ് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ട് പുരുഷന്മാർക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇല്ലയെന്ന് നമ്മൾ ആരും ഒരിക്കലും പറയില്ല. പുരുഷന്മാരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ സങ്കടകരമാണ്, പരിഹാരം ഉണ്ടാവുകയും വേണം. പക്ഷേ അതിനൊരു കമ്മീഷനല്ല വേണ്ടത്. എന്തിനാണ് ഒരു കമ്മീഷൻ ആവശ്യമായി വരുന്നത്? ഒരു സ്ട്രക്ചറൽ ആൻഡ് സിസ്റ്റമിക് ഡിസഡ്വാൻറ്റേജ് പരിഹരിക്കുന്നതിനാണ് കമ്മീഷൻ. അത്തരത്തിലൊരു ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പാണ് സ്ത്രീകൾ. ആസ് എ ക്ലാസ്, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് പ്രശ്നമുണ്ടാവും. ഇല്ല, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് പ്രശ്നമുണ്ടെന്നുള്ളതല്ല. ടു മെനി കമ്മീഷൻസ് ഡു നോട്ട് ക്രിയേറ്റ് ജസ്റ്റിസ് ബട്ട് ദേ കൺഫ്യൂസ് ഇറ്റ്. അതാണ് ഇതിൻ്റെ കാരണം. ധാരാളം കമ്മീഷൻസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ സ്വാഭാവികമായിട്ടും അതിനൊരു ഡയല്യൂഷൻ ഹാപ്പൻസ്, അതിൽ വെള്ളം ചേർക്കലാകും. മാത്രമല്ല, കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കംപ്ലയിൻറ്റ് ഡെസ്ക് അല്ല. കംപ്ലയിൻറ്റ് ഡെസ്കുകൾ മറ്റ് ധാരാളമുണ്ട്. പോലീസുണ്ട്, കോടതിയുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ്. അത്തരം ഏജൻസികളെ കൊണ്ട് പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നാണ് ഡോക്ടർ പ്രമീള പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും കഴിയുമല്ലോ. അഥവാ കഴിയുന്നില്ലെങ്കിൽ അതിൽ റിഫോം ഉണ്ടാകണം. പോലീസിൻ്റെ അക്കൗണ്ടബിലിറ്റിയിൽ ഉണ്ടാകണം, കോടതിയുടെ ഫാസ്റ്റ്നെസ്സിൽ ഉണ്ടാവണം, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഫെയർനെസ്സിൽ ഉണ്ടാവണം, ഫാമിലി കോടതികളുടെ പ്രവർത്തന രീതിയിൽ ഉണ്ടാവണം. അതിലൊക്കെ ധാരാളം ന്യൂനതകൾ ഉണ്ടെന്ന് നമുക്കറിയാം. ആ ന്യൂനതകൾ പരിഹരിക്കുകയാണ് വേണ്ടത്. പുതിയ പുതിയ കമ്മീഷൻസ് ഉണ്ടാവുകയല്ല. മാത്രമല്ല, ആത്മഹത്യകളാണ് കമ്മീഷൻ്റെ ഉത്ഭവത്തിന് കാരണമെങ്കിൽ കർഷക ആത്മഹത്യകൾ വർദ്ധിക്കുകയാണ്. കർഷക കമ്മീഷൻ വേണം. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടി തൊഴിലില്ലാത്തവർക്ക്